എക്സലൻ്റ് ഗൈഡ് മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജയ് ആനന്ദ്. എക്സലിലെ VLOOKUP ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് രണ്ട് ടേബിളുകൾ തമ്മിൽ കമ്പൈൻ ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ആദ്യം ഈ കാണുന്ന ഷീറ്റിലുള്ള ഡേറ്റ നോക്കുക. ഒരു പർട്ടിക്കുലർ കമ്പനിയിലെ എംപ്ലോയീസിൻ്റെ പേരുകളാണ് ഈ കാണുന്നത്. രണ്ടാമത്തെ കോളത്തിൽ എംപ്ലോയി നെയിംസ്, ആദ്യത്തെ കോളത്തിൽ എംപ്ലോയി നെയിംസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എംപ്ലോയി കോഡുകൾ. ഇനി രണ്ടാമത്തെ ഷീറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതേ എംപ്ലോയീസിൻ്റെ ഏജ്, ഡിപ്പാർട്ട്മെൻറ്റ്, ഡെസിഗ്നേഷൻ, സാലറി എന്നീ ഡീറ്റെയിൽസ് കാണാം. ഇനി VLOOKUP ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ രണ്ട് ടേബിളുകളെ തമ്മിൽ കമ്പൈൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതായത് ഈ രണ്ടാമത്തെ ടേബിളിലുള്ള ഡേറ്റ ആദ്യത്തെ ടേബിളുമായിട്ട് കമ്പൈൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, VLOOKUP ഫംഗ്ഷൻ ഉപയോഗിച്ച് രണ്ട് ടേബിളുകളെ തമ്മിൽ കമ്പൈൻ ചെയ്യാനായിട്ട് ഈ രണ്ട് ടേബിളുകൾക്കും കോമൺ ആയിട്ട് ഏറ്റവും കുറഞ്ഞത് ഒരു കോളമെങ്കിലും ഉണ്ടാവേണ്ടതുണ്ട്. ഇവിടെ ഈ രണ്ട് ടേബിളുകൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ടേബിളുകൾക്കും കോമൺ ആയിട്ട് ഒരു കോളമാണുള്ളത്. അത് എംപ്ലോയി കോഡിൻ്റേതാണ്. സോ ഈ എംപ്ലോയി കോഡായിരിക്കും VLOOKUP ഫോർമുലയിൽ രണ്ടാമത്തെ ടേബിളിലേക്ക് ലുക്കപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുക. ഇനി VLOOKUP ഫോർമുല എഴുതുന്നത് എളുപ്പമാക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ കാണുന്ന രണ്ടാമത്തെ ടേബിളിലുള്ള ഡേറ്റ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾക്ക് ഒരു പേര് കൊടുക്കുക. അതിനുവേണ്ടി ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. എക്സൽ നെയിം ബോക്സിൽ എംപ്ലോയി ഡീറ്റെയിൽസ്, എൻ്റർ. ഇനി എക്സൽ നെയിം ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ എംപ്ലോയി ഡീറ്റെയിൽസ് എന്നൊരു നെയിം കാണാം. ഈ നെയിമിൽ ക്ലിക്ക് ചെയ്താൽ ഈ കാണുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യപ്പെട്ടു. ഈ എംപ്ലോയി ഡീറ്റെയിൽസ് എന്ന നെയിം ആകും VLOOKUP ഫോർമുലയിൽ ഈ കാണുന്ന സെല്ലുകളെ റെഫർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ്, ഈ കാണുന്ന കോളം ഹെഡറുകൾ കോപ്പി ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ടൈപ്പ് ചെയ്യുന്നത് ഒഴിവാക്കാനായിട്ടാണ് ഇങ്ങനെ കോളം ഹെഡറുകൾ കോപ്പി ചെയ്യുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പ്, ഈ കോളങ്ങൾക്ക് നമ്പർ കൊടുക്കുന്നു. ഏജ് എന്ന കോളം രണ്ടാമത്തെ ടേബിളിലെ രണ്ടാമത്തെ കോളമാണ്. 2, 3, 4, 5. ഇനി വിനീത് കുമാർ എന്ന എംപ്ലോയിയുടെ ഏജ് ഈ രണ്ടാമത്തെ ടേബിളിൽ നിന്ന് കണ്ടെത്താനായിട്ട് ഫോർമുല ബാറിൽ ഈക്വൽ VLOOKUP ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. VLOOKUP ഫംഗ്ഷനുള്ളിലെ ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് ലുക്കപ്പ് വാല്യൂ. രണ്ട് ടേബിളുകൾക്കും കോമൺ ആയിട്ടുള്ളത് എംപ്ലോയി കോഡിൻ്റെ കോളമാണ്. സോ ഈ എംപ്ലോയി കോഡാണ് രണ്ടാമത്തെ ടേബിളിലേക്ക് ലുക്കപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. എംപ്ലോയി കോഡ് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക. ഇനി ഈ സെൽ റെഫറൻസിലെ B എന്ന കോളം ഇൻഡെക്സ് $സൈൻ ഉപയോഗിച്ച് ലോക്ക് ചെയ്യുക. ഈ ഫോമുലയെ വലതുവശത്തേക്ക് കോപ്പി ചെയ്യുമ്പോൾ B എന്ന കോളം ചേഞ്ച് ചെയ്യാതിരിക്കാനാണ് B എന്ന കോളത്തിനെ ലോക്ക് ചെയ്യുന്നത്. ടേബിൾ അറേ. നമുക്കറിയാം, രണ്ടാമത്തെ ടേബിളിലുള്ള ഡേറ്റയ്ക്ക് എംപ്ലോയി ഡീറ്റെയിൽസ് എന്നൊരു പേര് നമ്മൾ കൊടുത്തായിരുന്നു. ആ പേര് ഇവിടെ ഉപയോഗിക്കുക. എംപ്ലോയി ഡീറ്റെയിൽസ് എന്ന നെയിം ടൈപ്പ് ചെയ്ത് തുടങ്ങുമ്പോൾ ഇവിടെ എംപ്ലോയി ഡീറ്റെയിൽസ് എന്ന നെയിം കാണിക്കും. ആ നെയിം സെലക്ട് ചെയ്യുന്നു. കോളം ഇൻഡെക്സ് നമ്പർ എന്ന മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ്. ഏജ് എന്ന കോളം രണ്ടാമത്തെ ടേബിളിലെ രണ്ടാമത്തെ കോളമാണ്. സോ 2 എന്ന വാല്യൂ ഇവിടെ ഡയറക്റ്റായിട്ട് ഉപയോഗിക്കുന്നതിന് പകരം 2 എന്ന വാല്യൂ കണ്ടെയ്ൻ ചെയ്യുന്ന ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു. ഇനി ഈ സെൽ റെഫറൻസിലെ 2 എന്ന റോ ഇൻഡെക്സിനെ $സൈൻ ഉപയോഗിച്ച് ലോക്ക് ചെയ്യുന്നു. ഈ ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുമ്പോൾ ഈ റോ അല്ലെങ്കിൽ ഈ വരി ചേഞ്ച് ആവാതിരിക്കാനാണ് ഈ വരിയെ ലോക്ക് ചെയ്യുന്നത്. എക്സാക്ട് മാച്ചിന് വേണ്ടി ഫോൾസ്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. നോക്കുക, വിനീത് കുമാർ എന്ന എംപ്ലോയിയുടെ ഏജ് ഈ സെല്ലിലേക്ക് കിട്ടി. ഇനി ഈ ഫോമുല വലതുവശത്തുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യാം. ഇനി എക്സൽ ഫിൽ ഹാൻഡിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെയുള്ള സെല്ലുകളിലേക്ക് ഈ ഫോമുലകൾ കോപ്പി ചെയ്യപ്പെടും.
അതായത് 2 ടേബിളുകളിലുള്ള ഡേറ്റ നമ്മൾ VLOOKUP ഫോമുല ഉപയോഗിച്ച് കമ്പൈൻ ചെയ്തു. ഇനി ഇങ്ങനെ കമ്പൈൻ ചെയ്ത ശേഷം ഈ ഫോമുലകൾ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുക. റൈറ്റ് ക്ലിക്ക്, കോപ്പി, ആദ്യത്തെ സെല്ലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് സ്പെഷ്യൽ, വാല്യൂസ്, ഓക്കെ. നോക്കുക, സെല്ലുകളിലെ ഫോമുലകൾ പോയത് കാണാം. ഇതേ സ്റ്റെപ്പുകൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് മൾട്ടിപ്പിൾ ടേബിൾസിനെ നമുക്കിങ്ങനെ കമ്പൈൻ ചെയ്യാൻ സാധിക്കും. സോ VLOOKUP ഫംഗ്ഷൻ ഉപയോഗിച്ച് ടേബിളുകളെ കമ്പൈൻ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ പ്രയോജനപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതുപോലെയുള്ള എക്സൽ വീഡിയോസ് റിലീസ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. വിഷ് യു എ ഗ്രേറ്റ് ഡേ.